ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വാട്ട് എ സെല്ലിംഗ് ഡേ. നിഫ്റ്റിയുടെ കംപ്ലീറ്റ് ഓൺ സൈഡ് സെല്ലിംഗ് ആയിരുന്നു. വളരെ പോസിറ്റീവ് നോട്ടിലായിരുന്നു നിഫ്റ്റി കുറച്ച് നാളായിട്ട്. ബട്ട് ഡ്യൂ ടു ഐ തിങ്ക് ന്യൂസ് സെക്ഷനിൽ പറയാം, ബിക്കോസ് ഓഫ് ഇന്ത്യ US ഇറാൻ ടെൻഷൻസ് കാരണമാണ് സെൽ ഓഫ് ഉണ്ടായത്. മോസ്റ്റ്ലി IT സ്റ്റോക്സ് ഒക്കെ ഡൗൺ ആയിരുന്നു. ബട്ട് കണ്ടിന്യൂസ് സെല്ലിംഗ് ആയിരുന്നു. നിഫ്റ്റി ഓപ്പണായി ഫസ്റ്റ് 5 മിനിറ്റിന് തന്നെ സെല്ലിംഗ് തുടങ്ങി. പിന്നെ അത് സ്റ്റോപ്പ് ആയിട്ടില്ല. ഒരു നോർമൽ ഒരു പുൾ ബാക്ക് പോലും ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂസ് സെല്ലിംഗ് തന്നെ ആയിരുന്നു. ഓക്കെ, സോ ഓൾമോസ്റ്റ് 400 പോയിന്റ്സിന്റെ സെല്ലിംഗ് തന്നെ ആയിരുന്നു. എന്താ പറയാ, ബട്ട് ക്വൈറ്റ് ഡിഫറെൻറ്റ്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ സെല്ലിങ്. 1.41% ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നതാണ്. ബട്ട് ഡെയിലി ക്യാൻഡിലും ഒത്തിരി ഹൈ, ഒരു എൻഗൾഫിങ് പോലെ 2 ദിവസത്തെ ക്യാൻഡിൽ ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്തു. 3-ാമത്തെ ദിവസത്തെ ഓൾമോസ്റ്റ് ലോ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്തു. വീക്ക്ലി ക്യാൻഡിലും നോക്കാം. വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഒരു നെഗറ്റീവിലോട്ട് വരുന്നുണ്ട് വീക്ക്ലി ക്യാൻഡിലും. സോ നിഫ്റ്റി ഇവിടെ ഇനിയും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും തിരിച്ച് കയറാനെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി വീക്ക്ലി ക്യാൻഡിൽ കുഴപ്പമില്ല, ബട്ട് ഡെയിലി ക്യാൻഡിൽ നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും. ബട്ട് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരുന്നു നിഫ്റ്റിയും കാട്ടും. ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെയാണ്. നിഫ്റ്റി ഒത്തിരി ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിലും നല്ലൊരു സെല്ലിംഗ് തന്നെയായിരുന്നു. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പാണ്, മിഡ് ക്യാപ്പിൽ നല്ലൊരു സെല്ലിംഗ് തന്നെയായിരുന്നു. ഓവറോൾ നല്ലൊരു സെല്ലിംഗ് പ്രഷർ എല്ലാ ബ്രോഡർ ഇൻഡെക്സിലും ഉണ്ടായിരുന്നു. നമുക്ക് സിൽവർ നോക്കാം. സിൽവർ ഇന്നലെ ഒരു പോസിറ്റീവ് ആയിരുന്നു, ആ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സിൽവർ മൊത്തത്തിലൊരു ലോങ് ടേം പോസിറ്റീവ് ആയിട്ടില്ല, ഇനിയും ടൈം എടുക്കും. ഷോർട്ട് ടൈമിലോട്ട് ചെറിയൊരു പുൾ ബാക്ക് വരുന്നുണ്ട്. ഗോൾഡ് ആണെങ്കിൽ നമുക്ക് ഒരു ഹയർ ലെവലിൽ ഗോൾഡ് ഒരു കമ്പാരിറ്റീവ്ലി ഒരു പോസിറ്റീവ് ലെവലിലോട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹയർ ലെവലിലോട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കണ്ടിന്യൂസ് പിന്നെ ഒരു സെല്ലിങ്ങിലോട്ട് വരുന്നുണ്ട്. നോക്കാം നമുക്ക് എത്രത്തോളം അത് സെല്ലിങ് വരുമെന്ന്. സെല്ലിങ് താഴോട്ടൊരു കണ്ടിന്യൂസ് സെല്ലിങ് പ്രഷർ കാണുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. നമുക്ക് ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. ഹീറ്റ് മാപ്പിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സും നെഗറ്റീവ്, റെഡിൽ തന്നെ ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 1.41. അതിൽ നമുക്ക് മേജർ സ്റ്റോക്സ് ഏതൊക്കെയാണ് നെഗറ്റീവ് എന്ന് നോക്കാം. ONGCയും HDFC ലൈഫും ഹിൻഡാൽക്കോ മാത്രം പോസിറ്റീവ് ആയിരുന്നു, ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് ആയിരുന്നു. MNM 2.93, ഇൻഡിഗോ 3.28, അൾട്രാസിമെൻകോ 2.97 ഒക്കെ ഡൗൺ ആയിരുന്നു. എല്ലാ സ്റ്റോക്സും ഡൗൺ ആയിരുന്നു. ഈ സ്റ്റോക്സും നിഫ്റ്റി നെക്സ്റ്റ് 50 ആകെ ടൊറന്റ് ഫോർമ അതും 0.03 മാത്രമേ അപ്പായിരുന്നുള്ളൂ. BPCL, ഹിന്ദുസ്ഥാൻ ഹോട്ടൽ, അദാനി ഗ്രീൻ, അദൻസോൾ, DLF, ലോധ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. നമുക്ക് കാണല്ലോ എല്ലാം റെഡിലാണ്. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് 6.02, OAL 5.19, ഗോദ്ര ഇൻഡസ്ട്രീസ് 4.56 അപ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം 5.20, ഹെസ്റ്റ് 6.11, ലോയ്ഡ്സ് SME 6.80 ഡൗൺ ആയിരുന്നു. സോ ഇതൊക്കെയാണ് ഡൗൺ ആയ സ്റ്റോക്സ്. നമുക്ക് സ്മോൾ ക്യാപ്പ് 250 കൂടെ നോക്കാം. ന്യൂജൻ 13.19, നെറ്റ്വെബ് 14.46, RK ഫോർജ് 2.51, ഫോക്സ് മോട്ടോഴ്സ് 4.151, കെയ്ൻസ് 4.86, ജിൻഡാൾ 4.93. ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. ഇതിൽ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ന്യൂജനൊക്കെ ഇന്ന് നല്ലൊരു ബൗൺസ് ബാക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഡൗൺ ആയ സ്റ്റോക്സ്, അപ്പും ഡൗൺ ആയ സ്റ്റോക്സ്. പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുമ്പോൾ ഇറാൻ US ടെൻഷൻസ് തന്നെയാണ്. അതുകൊണ്ട് ഓയിൽ പ്രൈസ് ഒത്തിരി ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം ഇന്ത്യക്ക് അത് കാര്യമായി ബാധിക്കാറുണ്ട്. 6%, ഓൾമോസ്റ്റ് 6% അപ്പായിരുന്നു. അതുകൊണ്ടാണ് ഒരു മെയിൻലി ഒരു സെല്ലിംഗ് കണ്ടത്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഗൈസ് ഇന്നത്തെ ന്യൂസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.